രമ്യേ, അതാരാ വന്നതെന്ന് നോക്കിയേ. ആരാ അത്? ആ, ഇതാരാ നാത്തൂനോ? നിങ്ങളൊക്കെ ഈ വഴിയൊക്കെ മറന്നു എന്നാ ഞാൻ കരുതിയത്. വാ ഇരിക്കിരിക്കി, വാ ഇരിക്ക്. മോളെ, നീ ഒരു ചായ എടുത്തേ. ഇരിക്കുന്നേ. നിങ്ങളൊക്കെ ആ വഴിക്ക് കാണാനുണ്ടോ? നിങ്ങളെ ഒന്നും കാണാത്ത കാരണോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മ ഇരിക്കും, ഞാനൊരു ചായ എടുക്കാം. ഓ എൻ്റെ നാത്തൂനെ, എന്നും ഞാൻ വിചാരിക്കാം അങ്ങോട്ട് ഇറങ്ങണമെന്ന്. ഈ കുന്ത്രാണ്ടത്തിൽ കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല. രാത്രി ഏതാ പകലേതാ ഒന്നും അറിയാൻ പറ്റില്ല. അതാ ഇറങ്ങാൻ പറ്റാത്ത അങ്ങോട്ട്. അതൊക്കെ ഇരിക്കട്ടെ, അവിടുത്തെ വിശേഷം പറയും. എത്ര നാളായി കണ്ടിട്ട്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും. വിശേഷം പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ചേട്ടത്തി. നമ്മുടെ രാമുവിൻ്റെ മോനുണ്ടല്ലോ, അവൻ ഗൾഫിൽ പോയെന്നേ. ഇവിടെ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് നടന്ന പയ്യനാ. ഇപ്പൊ നന്നായി ഗൾഫിലോട്ട് വിട്ടേച്ചു. പിന്നെ അടുത്ത കാര്യം, എൻ്റെ മരുമോള് ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പൊ പിള്ളേരെ കാര്യമൊക്കെ ഞാനാ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കുന്ത്രാണ്ടത്തിൽ കുത്താനൊന്നും സമയം കിട്ടാറില്ല. പിള്ളേരുമായിട്ട് കളിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നു. മരുമോള് ജോലിക്ക് പോയി തുടങ്ങിയല്ലയോ? പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? രമ്യ ജോലിക്കൊന്നും പോയി തുടങ്ങിയില്ലേ ഇതുവരെ ആയിട്ടും? എന്ത് രമ്യയോ? രമ്യ ജോലിക്കൊന്നും പോകുന്നില്ല നാത്തൂനെ. എങ്ങനെ പോവാനാ? 20 കോഴിയുണ്ട്, 4 ആടുണ്ട്, 2 പശുവുണ്ട്. ഇതിനെല്ലാത്തിനെയും എന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? അത് പോരാഞ്ഞിട്ടോ 2 പിള്ളേരെ കാര്യം നോക്കണം, അടുക്കള കാര്യം നോക്കണം. എന്നെ കൊണ്ട് ഇതെല്ലാം പറ്റത്തില്ല നാത്തൂനെ. അതുകൊണ്ട് ഞാനാ പറഞ്ഞത് ഇപ്പൊ ജോലിക്കൊന്നും പോകണ്ടെന്ന്. പിന്നെ അവള് ജോലി ചെയ്ത് കൊണ്ടുവന്ന് കഴിക്കേണ്ട സാഹചര്യമൊന്നും ഇപ്പൊ ഈ കുടുംബത്തിനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു ഇപ്പൊ ജോലിക്കൊന്നും പോകണ്ടെന്ന്. ഇതേതാ ചേട്ടത്തി പിള്ളേര്? രമേശിനും രമ്യക്കും ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, അമ്മ മോള്. പിന്നെ ഏതാ പിള്ളേര്? അതെ, രമേശിന്റെ മോള് തന്നെ അമ്മു. പക്ഷെ അമ്മു മാത്രമല്ലല്ലോ, എൻ്റെ മോള് പ്രിയമോളെ മോള് മിയമോളും ഇവിടെ തന്നെയാ നിൽക്കുന്നത്. അവളിപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയല്ലോ. അവക്കിപ്പോൾ ഏതാണ്ട് വർക്ക് ഫ്രം ഹോമോ അങ്ങനെ ഏതാണ്ടൊക്കെയൊക്കെയാണ്. ജോലി തീരുമ്പോൾ 8 മണിയാവും. അതിൻ്റെ ഇടയിൽ ഈ കൊച്ചിനെ നോക്കാനായിട്ട് എവിടെന്നാ സമയം? അതുകൊണ്ട് ഞാനാ പറഞ്ഞത് ആ കൊച്ചിനെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കാനായിട്ട്. ഇവിടെ ആവുമ്പോൾ അമ്മു ഉണ്ടല്ലോ, അമ്മുവിൻ്റെ കൂടെ നിന്ന് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തോളും. പ്രിയ ഇത്രയും പെട്ടെന്ന് ജോലിക്ക് പോയോ? കുഞ്ഞിനൊരു 4 വയസ്സല്ലേ ആവുള്ളൂ. പക്ഷേ രമേശിൻ്റെ കൊച്ചിന് 8 വയസ്സോളം ആയിട്ടുണ്ടാവുമല്ലോ. പിന്നെ പ്രിയമോള് ജോലിക്ക് പോയി തുടങ്ങി. ആ കൊച്ചിനെ എന്നാ സ്കൂളിൽ വിടാൻ പറ്റുക എന്നുള്ളത് അവൾ കാത്തിരിക്കുകയായിരുന്നു. ഞാനും പറഞ്ഞു, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കി അവരെയൊക്കെ പഠിപ്പിച്ചതേ വെറുതെ വീട്ടിലിരിക്കാനല്ലല്ലോ. അതുകൊണ്ട് ഞാനും അവളോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകണമെന്ന്. അങ്ങനെയാ അവള് കൊച്ചിനെ LKG-യിലാക്കിയതും ജോലിക്ക് പോയി തുടങ്ങിയത്. ചേട്ടത്തിയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് നമ്മൾ ആരാ ഏറ്റവും അധികം സഹായിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കൂടെ പറ്റില്ല. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോൾ എൻ്റെ മകൾ എന്നെ ഒരു ദിവസം പോലും വന്ന് നോക്കിയില്ലായിരുന്നു. ആദ്യത്തെ ദിവസം മുതൽ അവസാനം വരെ എന്നെ ഒരു അമ്മയേക്കാൾ അധികം സ്നേഹം തന്ന് നോക്കിയത് എൻ്റെ മരുമകളായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അവളോട് ജോലിക്ക് പോകാൻ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് രമ്യയെ കാണുമ്പോൾ എനിക്കും വിഷമം തോന്നുന്നു. അവൾ ഇത്രയും പഠിച്ചിട്ട് ഈ അടുക്കളയുടെ അകത്ത് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിച്ചിരി മോശമല്ലേ ഏട്ടത്തി? എൻ്റെ നാത്തൂനെ ഞാൻ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിരിക്കുന്നത് വളരെയധികം അനുസരണയോട് അച്ചടക്കത്തോടെയാണ്. പ്രിയയ്ക്ക് ലോകത്ത് ഞാൻ കഴിഞ്ഞേ ഉള്ളൂ, മറ്റാരും. ഞാനെന്ന് വിചാരിച്ചേ അവൾക്ക് ജീവനാണ്. എനിക്കൊരാവശ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ രമേശിനേക്കാൾ ആദ്യം ഓടിയെത്തുന്നത് എൻ്റെ പ്രിയമോളായിരിക്കും. അതിലെനിക്ക് യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് നാത്തൂൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വെച്ച് ഞങ്ങളെ വീടിനെ അളക്കാൻ നോക്കണ്ട കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തെറ്റായെങ്കിൽ ക്ഷമിച്ചേക്ക്. അപ്പം എന്തായിരുന്നാലും ഞാൻ ഇറങ്ങട്ടെ, പിന്നെ കാണാം. ശരി. ശരി നാത്തൂനെ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, പോയിട്ട് വാ. ശരി ശരി. അമ്മേ, എന്താ രമ്യേ? വീട്ടിൽ നിന്നിപ്പോൾ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് പെട്ടെന്നൊരു തലചുറ്റൽ. ഞാൻ ഒരു 2 ദിവസം വീട്ടിൽ പോയി നിന്നോട്ടെ.
ആണോ? ആ, ശരി, പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം മോൾക്കറിയാമല്ലോ. ആടും പശുവും കോഴിയും എന്നെ കൊണ്ടെല്ലാം പറ്റത്തില്ല. ഇപ്പം പോകേണ്ട സാഹചര്യം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയല്ലേ പറ്റുള്ളൂ. എന്തായിരുന്നാലും നീ 2 ദിവസം പോയി വീട്ടിൽ നിന്നിട്ട് വായോ. ശരി, പെട്ടെന്ന് വന്നേക്കണം. ആ, ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം. ശരി അമ്മ, ശരി. അയ്യോ, ഞാൻ വന്ന് വീണു, എന്നെ ഒന്ന് പിടിച്ചേ, എന്റെ കാലൊടിഞ്ഞു. അമ്മ പതുക്കെ എഴുന്നേക്ക്, ഞാൻ പിടിച്ചോളാം. അമ്മ പതുക്കെ എഴുന്നേറ്റ്, പതുക്കെ പതുക്കെ പതുക്കെ. കാലൊടിഞ്ഞു എന്ന് തോന്നുന്നു. പതുക്കെ എഴുന്നേറ്റ്. ആ, ഓക്കെ ഓക്കെ, പതുക്കെ തന്നെ. നല്ല വേദനയുണ്ട്. ആ കണങ്കാലിൻ്റെ അവിടെയാണ് നല്ല വേദന. ഓ, പിള്ളേരുടെ ഓരോരോ സാധനങ്ങൾ കൊണ്ട് ഓരോ സ്ഥലത്തിട്ടിട്ട്. അത് മിയമോളുടെ ഏതോ ഒരു ടോയ് ആയിരുന്നു ഞാൻ ചവിട്ടിയത്. ആ, ഈ കുട്ടിയോൾ ഓരോരോ സാധനം കൊണ്ട് ഓരോരുത്തർ ഇടുന്നത്. ആ, ഈ എണ്ണ ഇടുമ്പോൾ എന്തായിരുന്നാലും ശരിയാവും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ പിടിച്ചു തരാം. അപ്പോൾ ഓക്കെ ആവും. മതി മോളെ, മതി 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 മോളെ, മതി. ആ, ഹലോ പ്രിയേ. ഓ, എന്തോ പറയാനാ മോളെ. മോളുടെ ഏതോ ഒരു ടോയ് ചവിട്ടി ഞാനൊന്ന് വന്ന് വീണു. കാലിച്ചിരി തറമ്പീന്നാ തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യാം, 2 ദിവസം ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് പോരും. എന്താ രമ്യയില്ലേ അവിടെ? ആ, രമ്യയുണ്ട്. പക്ഷെ രമ്യയുടെ അമ്മയ്ക്ക് വയ്യാണ്ട് അവൾ 2 ദിവസത്തേക്ക് വീട്ടിൽ പോവുക. എൻ്റെ പൊന്നമ്മ, അമ്മയ്ക്ക് എൻ്റെ തിരക്ക് അറിയാത്തത് കൊണ്ടാണ്. ഓഫീസിലെ കാര്യം പോലും എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെയാണോ ഞാൻ അമ്മയുടെ കാര്യം നോക്കുന്നത്? വല്ല വിധനയോ ഒരു ജോലി കിട്ടിയത്, അത് കളയാനായിട്ട് എനിക്ക് വയ്യ. അമ്മ എന്താ കൊച്ചു പിള്ളേരെ പോലെ? അമ്മയ്ക്ക് അമ്മയുടെ കാര്യം പോലും നോക്കാൻ പറ്റില്ലേ? ഇത്രയും വയസ്സായില്ലേ, ഒരിടത്ത് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എനിക്ക് എന്തായിരുന്നാലും വരാൻ പറ്റില്ല. ഹലോ ഹലോ, എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോൾ എൻ്റെ മകൾ എന്നെ ഒരു ദിവസം പോലും വന്ന് നോക്കിയില്ലായിരുന്നു. ആദ്യത്തെ ദിവസം മുതൽ അവസാനം വരെ എന്നെ ഒരു അമ്മയേക്കാൾ അധികം സ്നേഹം തന്നെ നോക്കിയത് എൻ്റെ മരുമകളായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അവളോട് ജോലിക്ക് പോകാൻ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് രമ്യയെ കാണുമ്പോൾ എനിക്കും വിഷമം തോന്നുന്നു. അവൾ ഇത്രയും പഠിച്ചിട്ട് ഈ അടുക്കളയുടെ അകത്ത് കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി മോശമല്ലേ ഏട്ടത്തി? ഇതേ അമ്മ, ഇതൊരു പെയിൻ കില്ലറാണ്. ഇപ്പം തന്നെ അമ്മയുടെ പെയിനൊക്കെ പോയിക്കോളും. ആ മോളെ, അമ്മയ്ക്കിപ്പം നല്ല സുഖമുണ്ട്. മോളുടെ വീട്ടിൽ പൊക്കോ. ആ, ഞാൻ വീട്ടിൽ പോകുന്നില്ല. അവിടെ അച്ഛൻ പറഞ്ഞത് അമ്മയ്ക്ക് സുഖമായിട്ട് മാത്രമേ എങ്ങോട്ടെങ്കിലും പോവാവൂ എന്നാണ്. അവിടെ അച്ഛനും എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവർ നോക്കിക്കോളും. അമ്മ ടെൻഷൻ ആകണ്ട. എന്തായിരുന്നാലും അമ്മയുടെ കാലൊന്ന് റെഡി ആവട്ടെ. അതൊന്നും പറയണ്ട. അമ്മയ്ക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഞാൻ മിയെ കൊണ്ടുപോകാനായിട്ട് മോളെ വിളിച്ചിട്ടുണ്ട്. അവൾ വന്നിപ്പോൾ മിയെ കൊണ്ടുപോയിക്കോളും. ഇവിടെ അമ്മുവിൻ്റെ കാര്യം ഞാൻ നോക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും എനിക്കൊരു പ്രശ്നമൊന്നും അല്ല. ഇവർ ഇത്രയും പേരെ വളർത്താൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ കുഞ്ഞിനെ വളർത്താനും എന്നെ കൊണ്ട് പറ്റും. പിന്നെ മോളെ, നിനക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് നീ ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ അയക്കണം. ഇന്നോ നാളെയോ ഒക്കെ അല്ലേ അതിൻ്റെ അവസാനത്തെ ദിവസം. ഇന്ന് തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കണം. നീ ജോലിക്ക് ഉറപ്പായിട്ടും പോകണം. ഓ, ഞാനിപ്പോൾ ആ ജോലിയൊന്നും നോക്കുന്നില്ല അമ്മേ. ഇനി അമ്മയുടെ കാലൊന്ന് ശരിയാവട്ടെ, അതിനുശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാം. ഓ, എൻ്റെ കാലിനിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നീ ഇപ്പം അതൊന്നും പറയണ്ട. ഇത്രയധികം നിൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചത് ഇങ്ങനെ കോഴിയെയും ആടിനെയും പശുവിനെയും ഒന്നും നോക്കാനല്ലല്ലോ. അതുകൊണ്ട് മക്കൾ എത്രയും വേഗം ആ ജോലിക്ക് കയറണം. ജീവിതം വലിയൊരു പുസ്തകമാണ്. ചിലർക്ക് അതിൻ്റെ പാഠങ്ങൾ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.